ഈ ഫോട്ടോ കണ്ടിട്ട് ഒരു സൂപ്പർ സ്റ്റാർ പോലെ ഉണ്ട്. നമ്മളെ ഈ പ്രദേശത്തൊക്കെ ഫ്ലെക്സ് വെച്ചോളൂ. ഇനിയിപ്പോ നമ്മളെ കേരളത്തിലെ മുഴുവൻ ജില്ലയിൽ ഇതുപോലത്തെ ഫ്ലെക്സ് വെച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കണ ഫ്ലെക്സ് നമ്മൾ മുക്കിലും മൂലയിലും കൊണ്ടുവരും. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് കാണുമ്പോ ഒരു രോമാഞ്ചം ഉണ്ടാകും. എനക്കൊന്നും രോമാഞ്ചം ഉണ്ടാവുന്നേ? എടാ, ഈ പാർട്ടിയോട് ആത്മാർത്ഥത കൂറുള്ള ആൾക്കാർക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാവും. ഭയങ്കര ആത്മാർത്ഥം. എനിക്ക് മനസ്സോറെ പോലെ മെമ്പർ ആവണം. നടരാജ, നീ ഇപ്പൊ ഒരു മെമ്പർ ആണല്ലോ. നിന്റെ വീട്ടിലെ നീ ഒരുപാട് തിളക്കല്ലേ. മുത്തുലക്ഷ്മി ആ മെമ്പർഷിപ്പ് കട്ട് ചെയ്ത് കളയും. മുത്തുലക്ഷ്മി പറഞ്ഞു മെമ്പറാണ്, ബുദ്ധിയൊന്നും വേണ്ട, അൻസാറിനാവാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാന്ന്. മുത്തുലക്ഷ്മി കൊള്ളാമല്ലേ? നീ മുത്തുലക്ഷ്മി എടുത്ത് ഒരു കാര്യം പറയണം. മെമ്പർ ആവണമെങ്കിലേ തലയിൽ ആള് താമസോടെ വേണം, ബുദ്ധി മാത്രം പോരാ. മെമ്പറാവുന്ന വീട്ടിൽ കയറേണ്ടതാ മുത്തുലക്ഷ്മി പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ഞാൻ എന്തായാലും മെമ്പറായപ്പോ ഉടനെ പറ്റൂല. വേണമെങ്കിൽ രക്തസാക്ഷിയാക്കാം. ആ റോഡിന്റെ നടുക്കോട്ട് കയറി പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ ഞാൻ തയ്യാറാണ്. നീ തയ്യാറായിട്ട് മാത്രം കാര്യമില്ല, വരുന്ന വണ്ടിക്കാരോട് വിചാരിക്കണം രക്തസാക്ഷിയാവാൻ നടക്കുന്നത്. ഇനി വാ അടച്ചു വെച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രക്തസാക്ഷിയാക്കാം. പറഞ്ഞേട്ടല്ലേ, ഒന്ന് ആസ്വദിക്കാനും സമ്മതിക്കൂല. തങ്കച്ചേട്ടത്തി ഇവിടുന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാറ്. സൂക്ഷം മനസ്സറിഞ്ഞ് തന്നെ പെരുമാറി. കൊടങ്ങാവള വെച്ചേ ഞാൻ വെറുത്ത സാധനം ഈ പുട്ടും പയറും. ഇവിടെ വന്നിട്ട് ഒരു മാറ്റമില്ലല്ലോ ലില്ലി. ഇവിടെ ഇപ്പൊ എത്ര ദിവസം കൊണ്ട് പുട്ടും പയറും വെക്കുന്നത്? അവിടെ എപ്പോഴും ഉപ്പുമാവല്ലേ? എന്നാലും കനമച്ചയുടെ ക്ഷമ ഞാൻ സമ്മതിച്ചു തന്നെ. നല്ലല്ലേ ഏട്ടാ? ഒന്നും മിണ്ടായിട്ട് കഴിച്ചോളൂ. നല്ലല്ലേടാ? നല്ല. എന്നിട്ടിപ്പോ 2 കുറ്റിയായി. എനിക്ക് ക്ലീറ്റസിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഡേ, നിന്റെ ഡാഡിയോട് ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടെന്ന്. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ, അച്ചാച്ചന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് വയറിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബാത്റൂം അങ്ങോട്ട് സെറ്റായില്ല. നിനക്ക് വയറിന് മാത്രമല്ലടാ, നിനക്ക് എവക്ക് ക്ലീറ്റോക്ക് ഇപ്പൊ തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്. അയ്യേ, കളഞ്ഞില്ലേ ഏട്ടാ? കൊടുങ്ങാവള ഫാമിലിക്ക് മൊത്തം തലയ്ക്ക് സുഖമില്ലാന്ന് പറയണം. അതല്ലേ ശരി? അതല്ലേ എന്റെ ഒരു ഫ്ലോ അല്ലേ? ഓ അതാ ചിരി ഇടയ്ക്ക് പിടിക്കുന്നത്. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കൊടുങ്ങാവളക്കാരെ കുറ്റം പറഞ്ഞിട്ടിരിക്കുന്നു. പറയണ്ട. എപ്പോഴൊന്നും പറയാറില്ല, ദിവസം ഒരു 5 നേരം അല്ലേ ചാച്ച? എന്തൊരു പെണ്ണ്, എന്താ ഭർത്താവിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? 6, 7, 10 മിനിമം 5 പ്രാവശ്യമെങ്കിലും ഞങ്ങളെ കുറിച്ച് കുറ്റം പറയാൻ കനമറ്റം പറ്റില്ല. എന്തോ ക്ലീറ്റച്ചനോട് പറയാനുള്ളത്? എടേ, നമ്മുടെ നാട്ടിൽ ഈ ഫ്ലക്സ് നിരോധിച്ചിട്ട് കുറെ ആളായി. പക്ഷെ ഇപ്പൊ കർശനമായിട്ട് പഞ്ചായത്തിന് നിർദ്ദേശം വന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് അത് നിരോധിക്കണമെന്ന്. അതിനോട് നടപടി എടുക്കാൻ പറയണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ പോലീസുകാർക്ക് ഇടപെടണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ അവൻ്റെ അയച്ചു മാറ്റി പാർട്ടി ഓഫീസിനെ കൊണ്ട് വയ്ക്കാൻ പറയാം. ഇതിപ്പോ ഞങ്ങള് പറയണതിന് ഏട്ടനെ കൂടെ പറഞ്ഞാ പോരെ? നല്ല കാര്യമല്ലേ? ഞാൻ പറയുമ്പോൾ അവനുള്ള കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്തിട്ട് ഇനി വഴക്കുണ്ടാക്കണേക്കാളും നല്ലതല്ലേ? അയ്യോ, എന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. നല്ല കാര്യമല്ലേ? ഈ പറഞ്ഞിനി ഞങ്ങള് വഴക്കാവണ്ട. അതുതന്നെ. ഇച്ചിരി പുട്ടും കൂടി വേണ്ട. എന്താ ഇത്? നിങ്ങളെ കൊടങ്ങാവള ഫാമിലിയുടെ വട്ടോർത്ത് ചിരിയാണ് കേട്ടോ. ചുമ്മാ ഇരുന്ന് അങ്ങനെയെങ്കിലും ചിരിക്കട്ടെടി. ഫാമിലി പറയുമ്പോ രക്തം ഇങ്ങനെ തിളയ്ക്കും. ഉള്ളല്ലേടാ പറഞ്ഞത്. മതിയാ? എന്റെ മേസ്ത്രി, ഇത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എത്ര ദിവസമായിന്നറിയാം ആ ഓടന്ന് മാറ്റാൻ പറഞ്ഞിട്ട്. നിങ്ങൾ കളിക്കരുത്. ഇത് DDT ഒരു പ്രസ്ഥാനത്തിനോടാണ് നിങ്ങൾ ഈ പറ്റിക്കണത്. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, മാസം 1 ആയി. പൊളിച്ചിട്ടിട്ട് പോയി. ഇനിയിപ്പോൾ അത് നാളെ വരാന്ന്. നാളെ ലാസ്റ്റാണ്. നാളെ വന്നില്ലെങ്കിൽ പാർട്ടിയിലെ പിള്ളേരെല്ലാം കൂടെ വീട്ടിൽ വരും. ഞാൻ പൊക്കി എടുത്തോണ്ട് വരും. നാളെ കൂടെ നോക്കും. ശരി. ഇക്കാര്യം മച്ചമ്മ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ആ മേശയുടെ വീട്ടിൽ കയറി രാഖി രാമാനം കൊണ്ടുവന്ന് ആ പാർട്ടി ഓഫീസ് വൃത്തിയാക്കിയാണ്. നീ വർഷാപ്പിൽ വണ്ടി പണിഞ്ഞ ഒരു ടീം നിന്നെ ഉടനെ പൊക്കിയും കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് കേമായിട്ടാണ് നീ വണ്ടി പണിഞ്ഞേക്കണം. അത് വണ്ടി പണിഞ്ഞതിൻ്റെ അല്ല, അമ്മമാർ പറയാത്ത പണി ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സെറ്റിൽമെന്റ് ചെയ്ത്. വേണ്ട, ഞാൻ വർഷാപ്പിലെ പണിക്ക് പോകുന്നില്ല.
ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സാധനം അച്ചമ്മയ്ക്ക് എനിക്ക് മേടിച്ചു തരാൻ പറ്റുമോ? എന്തിന്? അതിന്റെ കാര്യം അങ്ങനെ പിന്നെ കൊടങ്ങാള കുടുംബത്തിനോട് അന്തസ്സല്ലേ? എന്തന്തസ്? രാഷ്ട്രീയ പിന്തുണ മുറക്കാം. പിന്നെ ഒരു കാര്യമല്ല. അച്ചമ്മ ഈ കുപ്പായി ഇട്ടുകൊണ്ട് കിടക്കുന്ന എന്ത് കാര്യത്തിന്? അത് അല്ല, അതിനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ട്, അതിന്റെ പിന്നിൽ കുറെ അധ്വാനമുണ്ട്. അല്ലാതെ ചെന്ന ഉടനെ മറ്റേ സ്കൂളിൽ ചേരുമ്പോഴേ ചെന്ന് പാർട്ടി ചേർന്നല്ല. അതിനു വേണ്ടി താഴേന്നേ ഞാൻ പ്രവർത്തിച്ച് വന്നു, കുറെ കഷ്ടപ്പെട്ട്. നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ നീ എതിരില്ലാതെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്ത് കാര്യമാണ് ചെയ്യാത്തത്? പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞാൽ പോയി പോസ്റ്റർ ഒട്ടിക്കും, അതിന് കമ്പ് എടുക്കാൻ പറഞ്ഞാൽ കമ്പ് എടുക്കും, ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് വെക്കും, വല്ലവനും കയറി അടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കും. എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇതിനെല്ലാം കൂലിയായിട്ട് നീ എന്താ മേടിക്കുന്നുണ്ട്. കൂലിയായിട്ട് എന്താണ്? ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട, കൊത്തു പൊറോട്ട, വീശു പൊറോട്ട ഇല്ലേ? അതൊക്കെ ചില്ലറയാ. ഇത് ഒരു ബംഗാളി വെച്ച് പൈസ ഇത്രയും പൈസ ആവൂല. അതെ, ആ ഈ പറഞ്ഞ കൊത്തുപൊറോട്ട വീശുപൊറോട്ട എവിടുന്നറിയോ? ആ പട്ടിക്കാട്ട ഉണങ്ങിയ നായരേട്ടന്റെ കടയില്. അവിടെ എന്തോ ഉണ്ട് എന്ന് നോക്കിയാൽ അപ്പം ചമ്മന്തി, ചമ്മന്തി അപ്പം, അപ്പം ചമ്മന്തി, ചമ്മന്തി അപ്പം. അത് നിന്നിട്ട് ഞാനേ വരൂ. ഒരു ബംഗാളി പോലും നിങ്ങളുടെ പാർട്ടി പരിപാടിക്ക് വരുമോ? പിന്നെ 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 അതാണെങ്കിൽ എന്ത്, നായര കടയിലെല്ലാം തീർന്നുണ്ട്. എന്തൊരു മധുരപൊടി ഇത്! ഇതെന്തോ ഇത്, പഞ്ചസാര കലയ്ക്ക് നിനക്ക് എന്താ കെട്ടിയാണ് ഫ്രീ ആയിട്ടല്ലോ കിട്ടിയ പഞ്ചസാര? അത് ക്ലീറ്റോ ചേട്ടന് ഷുഗർ ആയതുകൊണ്ട് എല്ലാം മധുരമായിട്ട് തോന്നണതാ. എന്നാലും ഇത് കടുത്ത മധുരം. അതുകൊണ്ട് എൻ്റെ പൊന്നു മോന് ഏതെങ്കിലും നീ വർക്ക്ഷോപ്പിൽ പോകണുണ്ട്, ആ പണി കൃത്യമായിട്ട് ചെയ്യണുണ്ടോ? ഇല്ല. എവിടെ ചെയ്യണുണ്ടാ? എത്ര ദിവസം നീ വർക്ക്ഷോപ്പിൽ പോയി? പണിയില്ലാത്തപ്പോ ഞാൻ പണിയില്ലാതെ അവിടെ ഇരിക്കണം, അപ്പോഴും പണി വരും. അവിടെ ഇന്നാളി പോയി നിങ്ങളുടെ വാക്കം കേട്ടോണ്ട് അവിടെ ഇരുന്നപ്പോൾ ആ ബാർബർ ഷോപ്പിൽ സുഖുവിന്റെ കൂടെ വെള്ളമടിയാന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ട് പോകണം? വീട്ടിൽ തിരിച്ച് കുടങ്ങാളയ്ക്ക് പോകണം. അല്ല, സുഖുവിനെ ഇപ്പം ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീ വർക്ക്ഷോപ്പിൽ പോയിരി അവിടെ. എടാ, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങണേന് കുറേ കഷ്ടപ്പാടുണ്ട്. പിന്നെ ഇതിനൊക്കെ കുറേ സപ്പോർട്ട് വേണം. ഇത് എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് അതില്ല, അതിന് കിട്ടുകയില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം MLA-യോ MP-യോ ഒക്കെ ആയിട്ട് ഈ വീട്ടിലൊരു വരും. അപ്പോൾ ഇവിടെയുള്ളവരുടെയൊക്കെ പുച്ഛിച്ച ചിരി അവരുടെ മുഖത്ത് എനിക്കൊന്ന് കാണണം. ഇപ്പൊ നല്ല ചിരിയുണ്ട്. അതുകൊണ്ടടി ഉണ്ടാവും. ഈ ചിരി മായണ ഒരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ മോളെ, ഈ ചിരി അങ്ങനെ എങ്ങനെയൊന്നും മായില്ലേ. ഇത് ഉള്ളി എന്ന് പറഞ്ഞ ആത്മാർത്ഥതയുള്ള ചിരിയാണ്, സന്തോഷത്തിന്റെ ചിരിയാണ്. ഡാഡി റോഡിലും ജംഗ്ഷനിലും ഒക്കെ ഡാഡിയുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ? എടി, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു നേതാവാണ്. പാർട്ടിയുടെ അണികള് അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് വെക്കും. ആണ്, പക്ഷെ അങ്ങനെ വച്ചൂടാ. അങ്ങനെ വച്ചൂടാ ചേട്ടാ, അങ്ങനെ വെക്കാൻ പാടില്ല. ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശമുണ്ട് ഇങ്ങനെ ഫ്ലെക്സ് വെക്കുന്നവരെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന്. അത് മാത്രമല്ല, ഫൈനും അടപ്പിക്കും. ആണോ? ഞാൻ അറിഞ്ഞില്ല ഇത്. അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ? ഡാഡിക്ക് കണ്ടോ കളിയാക്കി ചിരിക്കുന്ന നോക്ക്. അയ്യോ, പിന്നെ എടി, ഈ നിയമമൊക്കെ വന്നിട്ട് എത്ര വർഷമായി? നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ അതുകൊണ്ട് ആരും ഫ്ലെക്സ് വെക്കണല്ലേ. നാട്ടില് മുക്കിന് ഫ്ലെക്സ് ആണ്. ജനിച്ച ഫ്ലെക്സ്, മരിച്ച ഫ്ലെക്സ്, A+ കിട്ടിയ ഫ്ലെക്സ്. ഇതാ ഇപ്പൊ ഒരുത്തി 6 പിള്ളേരെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവിടെ അടിച്ചു വെച്ചേക്കണം വലിയ ഫ്ലെക്സ്. ഇവിടെ അങ്ങനെ മുക്കിന് ഫ്ലെക്സ് വെച്ചോണ്ടിരിക്കണം. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഫ്ലെക്സ്. ആര് മാറ്റാൻ? ഇപ്പൊ അങ്ങനെ വെച്ചുകൂടാന്ന് ക്ലീറ്റോ ചേട്ടാ. ഇത് ആരാണ് പറഞ്ഞത്? ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? അവരെ പോലെ അല്ലല്ലോ ഡാഡി. ഡാഡി ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ അങ്ങനെ ഒരാള് ചെയ്താൽ അത് പ്രശ്നമാവൂലേ? അവസാനം ഇവിടെ ഒരുപാട് പ്രമുഖന്മാരുടെ ഫ്ലെക്സ് ചുറ്റിനുണ്ട്. ആദ്യം അവരൊക്കെ മാറ്റട്ടെ, എന്നിട്ട് എന്റെ ഫ്ലെക്സ് മാറ്റാം. അത് ശരിയാട്ടെ. ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകുന്ന വഴിക്കൊക്കെ എന്തോരം ഫ്ലെക്സ് ആയിരിക്കണത്. മാത്രമല്ല, ഞാനിപ്പോ വെച്ചിരിക്കണ ഈ ഫ്ലെക്സിൽ എന്താണ് അതിൽ എഴുതിയിരിക്കണം? അതിന്റെ കാര്യം എന്താണ്? ഞാനല്ല, എന്റെ പാർട്ടി വെച്ച് എന്തിനാണെന്ന് അറിയാമോ? ഒരു കൂട്ടം സഹോദരിമാർക്ക് പിന്താങ്ങ്, അവർക്ക് പിന്തുണ കൊടുക്കുകയാണ്, ആശാ വർക്കർമാർക്ക്. അപ്പൊ ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫ്ലെക്സ് മാറ്റും. അതിന് മുന്നേ മാറ്റാനൊന്നും എന്നെ കിട്ടൂല. മാറ്റിയില്ലെന്നുണ്ടെ അതിന്റെ ശിക്ഷാ നടപടികളിലേക്കൊക്കെ പോകും. അതേ ഉള്ളൂ. ഡേയ്, ശിക്ഷയും നടപടിയൊക്കെ നടന്ന് അതുവഴിക്ക് അങ്ങ് പോവും. എന്നെ പേടിപ്പിക്കില്ല. ഇത് തീ കൊരുത്തതാണ് മോനെ. അച്ഛമ്മ പേടിപ്പിച്ചല്ല, ഞാൻ ഒരാൾ വഴി അറിഞ്ഞതാ, അതുകൊണ്ടായി പറഞ്ഞേ. ഞാൻ അതാ വന്ന് ലില്ലിപ്പണ്ണിനോടും പറഞ്ഞത്. എടാ, ഇതിന്റെ പിന്നിൽ ആരുടെ കറുത്ത കൈകളാണെന്നുള്ളതല്ല എനിക്കറിയാം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി തലയിലുണ്ട്. അതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണെന്നുള്ളതും എനിക്കറിയാം കേട്ടോ. കടയിന്നപ്പോ ഒരാൾ പറയുന്നത് കേട്ടോണ്ട് ഞാൻ വന്ന് ലില്ലിപ്പണ്ണിന്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആരോ ഒരാൾ അല്ലേ? എന്നാ ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു പോലീസുകാരൻ ജീപ്പിൽ ഇങ്ങനെ ഡ്യൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോകുമ്പോ എന്റെ ഇങ്ങനെ ഗമയിൽ ചിരിച്ചോണ്ടിരിക്കുന്ന ഫ്ലെക്സ് കാണുമ്പോ സഹിക്കാതെ അതുകൊണ്ടുണ്ടാവുന്ന കൃമികടി എന്ന് പറയും. പിന്നെ മാമൻ അങ്ങനെയൊന്നും ഇല്ല ഡാഡി. അയ്യോ, നിന്റെ മാമന്റെ ശരീരത്തിന് മുഴുവനും കൃമിയാണ്. കൃമി വേറെ ഏതോ അങ്കിളാണ്. ആ, വേറെ ഏതോ അങ്കിള്. എന്നാ അങ്കിളുടെ അടുത്ത് നിന്ന് പറ, ആ ഫ്ലെക്സ് മാറ്റാൻ സൗകര്യമില്ലെന്ന്. ചെയ്യാനുള്ളത് ചെയ്യാൻ പറ കേട്ടാ. പിന്നെ
പാർട്ടി ചേരാൻ നടക്കണം പേടിത്തൂറി. അനുഭവിച്ചേ പഠിക്കത്തോ. ഇതും കൂടെ വേണോ? ഞാൻ എന്ത് ഇവിടെ വന്ന് വേസ്റ്റ് വെള്ളം മൊത്തം കഴിക്കണ്ടായോളെ. സാധാരണ കുടിക്കാറുണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ പറയണേ എന്തിനാ? വേണ്ട 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 വേണ്ട. അയ്യോ ഇത് ഉണങ്ങിയല്ലേ? ഉണങ്ങോട്ടെ, രാവിലെ ആകുമ്പോ ഫാൻ്റെ ഹോട്ടലല്ലേ ഇടുന്നത്. കൂട്ടിക്കിട്ടോണ്ട് പോകേണ്ട സാധനമാണത്. ഉണങ്ങ് വന്നിട്ട് നമുക്കൊന്ന് തേച്ചാൽ മതി നല്ല ചൂടില്. ഈ സ്ക്രീനിൽ ഇത്രയും കൂടെ നീക്കും. സ്പീഡ് കൂട്ടിട്ടെ. ഞാൻ പറഞ്ഞ തന്നെ അവന് കോംപ്ലക്സ് തന്നെ. ആർക്ക്? വിളിച്ചോക്ക്. എന്തിന്? മോളൊക്കെ എത്ര ആയില്ലേ? കെട്ടിച്ചു വിടാറായി. ഇതുവരെ ഒന്നും ആയില്ലല്ലോ, അതിന്റെ കോംപ്ലക്സ് തീർന്നല്ലോ. എന്റെ ഏട്ടൻ പറയുമ്പോ ഏട്ടൻ പറയണത് ശരിയായിട്ട് തോന്നും. ക്ലീറ്റോ ചേട്ടൻ പറയുമ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ പറയണത് ശരിയായിട്ട്. ഇത് ആര് വേണത് വിശ്വസിക്കണം? അതാ കുഴപ്പം. ആര് പറഞ്ഞാലും ന്യായം എന്താണ് ശരി എന്താണെന്ന് അതിന്റെ അതന്വേഷിച്ച് പോണം. അതല്ലാതെ അവൻ പറഞ്ഞ മാത്രം അങ്ങ് വിശ്വസിക്കരുത്. അവനങ്ങ് സമ്മതിച്ചു കൊടുക്കണം, അതാണ് കുഴപ്പം. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഈ കവലയിലും അവിടെയൊക്കെ ഇല്ലേ ക്ലീറ്റോ ചേട്ടന്റെ ഫ്ലെക്സ് മാത്രമേ ഉള്ള? അല്ലല്ലോ, വേറെ ഒരുപാട് പേരുടെ ഫ്ലെക്സ് അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം ക്ലീറ്റോ ചേട്ടന് മാത്രം എങ്ങനെ വരണത്? എടേ, അവരുടെ ആരുടെയും പ്രശ്നം എന്റെ പ്രശ്നമല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇടപെടുന്നത്? എന്റെ പെങ്ങളെ കെട്ടിരിക്കണ അവൻ, നിന്റെ ആങ്ങള, ഈ രണ്ട് കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഏട്ടന് മാത്രമുള്ള പെങ്ങള്? ഈ ഫ്ലെക്സ് വെച്ചവർക്കൊന്നും ആങ്ങളെയും പെങ്ങളും ഒന്നുമില്ലേ? ഒന്നാമത്തെ കാര്യം, ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന എല്ലാം ഫ്ലെക്സ് അല്ല. അവരൊക്കെ വെക്കുന്ന തുണികളൊക്കെ ആയിരിക്കും, നമുക്ക് ഫ്ലെക്സ് എന്ന് തോന്നും. അതാണ് എന്റെ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ക്ലീറ്റോ ചേട്ടനെ ഡി പാർട്ടി നോക്കിക്കോളും. ഏട്ടന് ഇത്ര ടെൻഷൻ അടിക്കണ എന്തുവാണ്? ഏട്ടന് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറഞ്ഞവർക്ക് സാധാരണ 2, 3, 4 പേരാണ് അവന്റെ പാർട്ടിയിലുള്ളത്. ഒരു പ്രശ്നം വന്നാൽ ആരും കാണൂല. DDT പാർട്ടി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലാതെ മറ്റുള്ള പാർട്ടികൾക്ക് ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് അണികളും കാര്യങ്ങളും ഉണ്ട്. അവരെ തൊടാൻ പേടിയാണ് ആൾക്കാർക്ക്. നീ പറഞ്ഞല്ലോ DDT പാർട്ടി നോക്കൊന്ന്, ഞാൻ ഇടപെടണ്ടല്ലോ. വേണ്ട, അത് നോക്കിക്കോളൂ. ഒരു കുടുംബത്തില് മൊത്തം തലയിൽ ആളില്ലെന്ന് ചെന്ന് ചെയ്യാൻ പറ്റും? ഇനി ഇത് പറയണ്ട കേട്ടാ. ഇന്നത്തെ 5 പ്രാവശ്യത്തെ കോട്ട കഴിഞ്ഞ്. അല്ല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. 100 വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല. ഡാഡി, ഓ, എനിക്ക് ഈ പാന്റിലെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ആകാശത്ത് നോക്കി ഇങ്ങനെ ഒരു ഫ്ലെക്സ് വയ്ക്കാൻ പറ്റുമോ? പറയാൻ പഠിക്കേ. അതെന്തിനാ ആവശ്യം? എന്ത് കാര്യം? എന്ത്? സ്കൂളിന്റെ ഫ്രണ്ടില്. സ്കൂളിന്റെ ഫ്രണ്ടിൽ വയ്ക്കാനാ കാര്യം? എനിക്ക് ഡാഡിയെ പോലെ വലിയൊരു സ്റ്റാർ ആവാൻ. മക്കളെ, അത് നീ വലുതായി ഡാഡിയെ പോലെ വലിയൊരാളാവുമ്പോൾ നിന്റെ അണികളുണ്ടല്ലോ, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർ തന്നെ വെക്കും ഫ്ലെക്സ്. അല്ല, നമ്മൾ പോയി വെക്കരുത്, നമ്മളെ വില പോവും. അത് വളർന്ന് ഡാഡിയെ പോലെ വലിയൊരു നേതാവാൻ നോക്ക്. ഈ അണികളെന്ന് പറയുമ്പോൾ നിനക്ക് അൻസാറ് നടരായ, പിന്നെ വേറെ പണികൾ 2 ഉണ്ടല്ലോ. അവരുടെ പേരെന്താ? ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടനും കംസനും. ഇത് നീ വരണ? അവരാരും നിന്റെ കൂടെ വരില്ല. മതി മതി, ഇനി ഒന്നും പറഞ്ഞ് അടി ഉണ്ടാക്കല്ലേ. ഞാൻ മതിയാക്കി. പക്ഷെ എങ്ങനെയാണ് നാക്ക് ചൊറിഞ്ഞോണ്ടിരിക്കല്ലേ, അവൻ നിർത്തൂല. എടേ, നീ വെറുതെ വെള്ളയും വെള്ളിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇല്ല, എത്ര പറഞ്ഞ മനസ്സിലാക്കി, നീ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയോളൂ. ആണോ? എന്നാ ഞാൻ പഠിക്കാൻ പോവാ. പഠിക്കാൻ പോവാ, അതാണ് നല്ലത്. നിങ്ങൾ പോലീസുകാർ പോയി നമ്മളെ ഫ്ലെക്സ് അങ്ങ് എടുത്ത് മാറ്റണേ കേട്ടാ, കാണണം. എടാ, ഒരു കാര്യം വന്നപ്പോ പറഞ്ഞ് നീ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലെക്സ് നിരോധനം വന്നിട്ട് കുറെ നാളായി. പക്ഷെ കർശനമാക്കുന്നത് നാളെ മുതലാണ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ആണോ? പോയി എടുത്ത് മാറ്റി തന്നെ കൊള്ളാം. നമുക്ക് ആലോചിക്കാം. ആലോചിച്ചിട്ടൊക്കെ ചെയ്ത് തന്നെ കൊള്ളാം. പിന്നെ DDT പാർട്ടിയുടെ ഫ്ലെക്സ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. പോലീസുകാരോടൊക്കെ ഒന്ന് പറഞ്ഞേരാ. DDTയുടെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ പാർട്ടിക്കാരാണെങ്കിൽ അവർ പിടിച്ചിരിക്കും. 4, 3, 7 പേരല്ലേ ഉള്ളൂ. കാണാനല്ല നമുക്ക്. നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യടേ ഈ പോലീസുകാരാ. അത് പണ്ടുള്ളവര് പറയാറുണ്ട്, കിട്ടുമ്പോഴേ പഠിക്കുന്നേ. അത് തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നിന്റെ ബോർഡ് നീ ആയിട്ട് അയച്ചു മാറ്റി നിനക്ക് കൊള്ളാം. പിഴയുണ്ട്, 5000 മുതൽ 50,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്നത്. പറഞ്ഞതേ ഉള്ളൂ കേട്ടാ. പിഴയുണ്ടെന്ന്. കവലയിലൊക്കെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നവരൊക്കെ നല്ല പൈസക്കാരായിരിക്കും. എന്തെങ്കിലും ഫൈൻ വന്ന് അടക്കാനുള്ള വക അവരുടെ കയ്യിലുണ്ടാവും. ക്ലീറ്റോ ചേട്ടനിൽ എന്തെങ്കിലും ഉണ്ടാ? അങ്ങനെയൊന്നും വരൂലെന്നേ. ഇതൊക്കെ ചുമ്മാ, ഇത് പ്രഹസനമാണല്ലോ മോളെ. സത്യം. എന്നാ കൊള്ളാം. ആണല്ലേ? നമുക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഞാൻ പറഞ്ഞ
എന്താ ഒന്നൂടെ? ചമ്മക്ക് ചെറിയ പേടിയുണ്ട്. എന്തെന്ന്? പേടി, ഭയം. പേടി? എന്ത് വാക്കത്? എന്താണ് ആ വാക്ക്? ആ വാക്ക് എന്റെ നിഘണ്ടുന്ന് എന്നേ എടുത്ത് കളഞ്ഞ്. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നീ വാ, ഇത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ലില്ലിമോളെ. പോയിട്ടോടെ. വാ 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 കൈ പിടിക്കണം. വാ. എടുത്ത് മാറ്റത്തൊന്നുമില്ല. ഗ്ലാസ് ഇരിപ്പുണ്ടാടാ? ഇല്ലല്ലേ? ഇല്ല. എന്തായാലും ഇനിയിപ്പോ അഴിച്ചു മാറ്റല്ലേ. കാര്യം പേടിയുണ്ടായിട്ടൊന്നുമല്ല. നമ്മളാണല്ലോ സമൂഹത്തിന് മാതൃകയാകേണ്ടോ. ഒരു നേതാവായി പോയില്ലേ, അതുകൊണ്ട് അഴിച്ചു മാറ്റാം. അയച്ചു മാറണം. പേടിയുണ്ടായിട്ടല്ല, പോലീസുകാർ ഇടിയെ പേടിച്ചിട്ടുമല്ല, സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടി ഇത് അഴിക്കാൻ മാറ്റാൻ തീരുമാനിച്ചല്ലേ? നീ വലിയ വർത്താനം പറയാതെ നീ കയറിയത് അങ്ങ് അഴിക്കേ. ഞാൻ കയറി അഴിക്കാനോ? എന്റെ വെയിറ്റ് മരം താങ്ങത്തില്ല. പിന്നെ മരം ഒടിഞ്ഞിട്ട് മറ്റൊരു കോർപ്പറേഷൻ വെച്ചു കൊടുക്കേണ്ടി വരും. സാറേ മറവാ കേറിക്കോ. ഇത് മാത്രല്ല, 3 എണ്ണം വേറെ ഉണ്ട്. കേറിക്കോ. ഞാൻ വീഴുന്ന കഴിഞ്ഞാൽ പിന്നെ മുത്തലക്ഷ്മി മെമ്പറിനെ കട്ട് ചെയ്യും. വീണാലല്ലേ നടരാജ, നീ വീഴൂലടേ. ഞാൻ വീഴും, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വീഴും. അതല്ല, ഒരിടത്ത് 1000 രൂപ വെച്ച് 3 3000 രൂപ ഞാൻ അഴിക്കാം. അച്ചമ്പി, പൈസ ഉണ്ടെങ്കിൽ 3 വർഷത്തോളം 1500 രൂപ ഞാൻ അടിച്ച് വീട്ടിനെ ചെട്ടി. അപ്പൊ ഓടിയൂലടാ, അപ്പൊ ഇത് ഓടിയൂലേ. എന്റെ കർത്താവിനോട് എനിക്ക് ഏത് സമയത്തോടെ ഇത് വെക്കാൻ തോന്നിയത്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു എങ്ങോട്ട്? നീ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മരത്തിന്റെ മേളിൽ കയറി ഫ്ലെക്സ് അടിക്കാൻ പറ്റില്ലല്ലോ. ഒരു സഹായത്തിന് അവനോടാ. അത് ഞാൻ ഫ്ലെക്സ് അടിക്കാൻ പോണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? തങ്കത്തിന് അറിയാവുന്നതിനേക്കാളും എനിക്ക് നിന്നെ അറിയാം. വാ. ഓ, അപ്പം നിനക്ക് എൻ്റെ അടുത്ത് സ്നേഹമുണ്ട് അല്ലേടേ? സ്നേഹ കണക്ക് തന്നെ. നിനക്കെന്തെങ്കിലും പറ്റി തങ്കത്തിന് ആരും ഇല്ലാതായി പോവില്ലേ? ഓ, അത് പഴയ കൂട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ലേ? ഈ പാതിരാത്രി കണക്കെടുക്കാതെ വാടാ സ്നേഹത്തിന്. വാ. പിടിച്ചു വെച്ചോ. തിരിഞ്ഞു വേടാ. തല തിരിഞ്ഞവന്മാരല്ലേ തല തിരിഞ്ഞിരിക്കും. വിട്ടോ. നല്ല തണുപ്പ്.